നമ്മുടെ പുതിയ സാരഥി മീനുക്കുട്ടിയോടൊത്ത് വീണ്ടും നമ്മളൊരു ദീർഘയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഈ ഒരു യാത്ര നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണ്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങളെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ സഞ്ചാരം ഇവിടെ തുടങ്ങുന്നു. ഗുഡ് മോർണിംഗ്. നമ്മളതാ വീണ്ടും നമ്മളുടെ യാത്രകൾ ആരംഭിക്കുകയാണ്. സമയം ഇപ്പോൾ അതിരാവിലെ പുലർച്ചെ 4 മണി. നേരത്തെ തുടങ്ങുകയാണ് കേട്ടോ. ഈ ഒരു യാത്രയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പുലർച്ചെ എണീറ്റ് പോകുന്ന ആദ്യത്തെ ദിവസം, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെയും ആദ്യത്തെയുമായിട്ടുള്ള ദിവസം ഇതായിരിക്കും. ഇനി മുതൽ നമ്മൾ ഈ പുലർച്ചെ എണീറ്റ് പോകലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയ യാത്രയിലേക്ക്. നമ്മൾ പതുക്കെ കോഴിക്കോട് ടൗണിൽ നിന്നൊക്കെ ഇറങ്ങി. ഇത് ഫെറോക്ക് പാലമാണ് കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പോണ്ടി വന്നപ്പോഴത്തേക്ക് തുടക്കത്തിൽ തന്നെ ഗൂഗിൾ മാപ്പ് പണിയാണ്. ഇത് ചാലിയം പുഴ. ഈ പുഴ കഴിഞ്ഞ് ക്രോസ് ചെയ്ത് വീണ്ടും യൂട്ടേൺ അടിച്ച് വീണ്ടും ഇവിടെ വന്ന് ഇവിടെ കിടന്ന് കറങ്ങാനാണ് കേട്ടോ ഈ മാപ്പ് പറയുന്നത്. കള്ളം മാപ്പേ. അത് ആക്ച്വലി നമ്മൾ ഫെറോക്ക് പാലത്തിൻ്റെ അടിയിൽ കൂടി കയറേണ്ടതിന് പകരം എൻ്റെ നോട്ടപ്പശ കാരണം ഞാൻ മേലെ കൂടി കയറി. അങ്ങനെയാണ് പാലത്തിൻ്റെ മേലെ എത്തിപ്പോയത്. വഴി തെറ്റിയിട്ടില്ല. ഗൂഗിൾ മാപ്പ് ചേച്ചി തുടക്കത്തിൽ തന്നെ ഞാൻ വിചാരിച്ച് എനിക്ക് പണി തന്നു തുടങ്ങിയതാണെന്ന്. എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പോകാൻ പോകുന്നത്, നമുക്ക് കേരള ബോർഡർ കിടക്കണം. അത് കഴിഞ്ഞ് അങ്ങനെ പതുക്കെ മേലോട്ടേക്ക് കയറണം. ഡെസ്റ്റിനേഷനുകൾ 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മൂവാറ്റുപുഴ പിടിക്കുകയാണ്. മൂവാറ്റുപുഴ നിന്നും നമുക്ക് കുറച്ച് ആളുകളെ കൂടെ കൂട്ടാനുണ്ട്. അതുകൂടാതെ കുറച്ച് പണികൾ ബാക്കിയുണ്ട്. ഹിമാലയൻ മലനിരകളുടെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂമിയിലെ സ്വർഗം കാശ്മീരിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കുകയാണ്. അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ ഉള്ളത് ഇടുക്കിയുടെ മണ്ണിലാണ്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്രാവശ്യത്തെ മഴ നമ്മളെ ചതിച്ചു. മഴ പെയ്തില്ല, അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിലെ വെള്ളമെല്ലാം കുറഞ്ഞു. ഇവിടെ ഉണ്ടല്ലോ ഒരു അപ്പച്ചൻ്റെയും ഒരു അമ്മൂമ്മയുടെയും കൂടി ഒരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിൽ നിന്ന് ഓരോ ചായ കുടിച്ചതിന് ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചു. വഴിപോക്കായിട്ട് കിട്ടിയതല്ല നമ്മളുടെ ഫ്രീക്ക്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം അടിപൊളി. എങ്ങോട്ടേക്കാണ് ഇനിയിപ്പോൾ നമ്മളുടെ യാത്ര? നോ ഐഡിയ. ഇങ്ങനെ അങ്ങോട്ട് പോവന്നെ. ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ. തട്ടേക്കണ്ണി എന്നല്ലേ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ? ഇവിടെ ഈ വെള്ളം ഈ പ്രാവശ്യം കുറഞ്ഞതാണോ അതോ മഴ പെയ്യുന്ന സമയത്താണോ വെള്ളം? മഴയത്തെ വെള്ളമുള്ളൂ. മഴയത്തെ വെള്ളം. മഴ ഇല്ലെങ്കിൽ വെള്ളമില്ല. ഓക്കെ. എന്നാലും ഇവിടെ ഫ്രീക്ക് എന്നോട് അവിടെ നിന്ന് പറഞ്ഞു ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. എന്തായാലും വെള്ളം കിട്ടിയില്ല. അപ്പോൾ ഇതാ നമ്മളിവിടുന്ന് ആരംഭിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കാഴ്ചകളുടെ ലോകത്തേക്ക് നമ്മൾ പോകുന്നു. ഇതാ നമ്മളുടെ മീനുകുട്ടി. എങ്ങനെയുണ്ട്? പേരിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റിൽ പറയാം കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പോകുന്നത്. നമ്മളെങ്ങനെയാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഇടുക്കി, പൂപ്പാറ, തേനി വഴി അങ്ങനെ ദിണ്ടുക്കൽ ചാടി തൽക്കാലം എവിടെയെല്ലാം എത്തണമെന്നാണ് വിചാരിച്ചേക്കണേ. തമിഴ്നാട്ട് പിടിക്കണം ഫസ്റ്റ്. ഓക്കെ. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ കുറേ നാളായില്ല നമ്മൾ ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ആദ്യമേ ഗ്രാമങ്ങളിലേക്ക് അങ്ങ് ഊളിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് ആദ്യം, അതിന് ശേഷം പതുക്കെ നമ്മൾ മേലോട്ടേക്ക്. ഇപ്രാവശ്യം കഴിഞ്ഞ തവണ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ എന്താ പറയുക പടിഞ്ഞാറൻ കടൽ തീര മേഖലകളാണ്, അതിലെയാണ് കയറിപ്പോയത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കിഴക്കൻ കടൽ തീര മേഖലയിലൂടെ പോകുന്നു. വേറെ ആ പോകുന്ന പോക്കിൽ പല ആളുകളെയും കാണാനുണ്ട്. ഈ ഒരു യാത്ര മെയിനായിട്ട് നമ്മളുടെ ഒരു പോയിൻ്റ് എന്നുള്ളത് ഒരു ഇൻ്റർനാഷണൽ റൈഡ് തന്നെയാണ്. അപ്പം നേപ്പാളിലേക്കാണ് നമ്മൾ പോകുക. നേപ്പാൾ ചെന്നതിന് ശേഷം വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു യാത്ര നമ്മളുടെ മാത്രമല്ല നിങ്ങൾക്കും വേണ്ടി കൂടിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. അതെ, തുടക്കത്തിലൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടല്ലേ? അതെ. കുറേ ദിവസത്തിന് ശേഷം ഞാനും ഇപ്പോൾ മെല്ലെ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറേ ദിവസമായി, 7 മാസത്തോളമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. പക്ഷെ ഇനിയുള്ള വീഡിയോ ഒക്കെ വെറൈറ്റി വീഡിയോ ആണ്. സുധി ഒന്നും പറഞ്ഞെടുത്തേ. ഇനി ഭാഷ മാറി, ഫ്രീക്ക് ഭാഷ മാറ്റി. ഫ്രീക്ക് മാത്രമല്ല, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഐഡിയ എടുത്താണ്. കാരണം നമ്മൾ എന്തായാലും പോകുന്ന വഴിയിൽ ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും നമ്മൾ പോകുന്ന അവരുടെ ഗ്രാമങ്ങളുടെ വീഡിയോകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒന്നും അവർക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമുക്കറിയാവുന്ന ഹിന്ദിയിൽ നമ്മളൊരു ഹിന്ദി വീഡിയോ കൂടി തുടങ്ങുകയാണ്. അപ്പോൾ ചാനലായിട്ട് ഒരു ഫ്രഷ് ആയിട്ടൊരു ചാനൽ തുടങ്ങാതെ ഇപ്പോൾ ഫ്രീക്കിയുടെ ചാനൽ ഓൾറെഡി ഉണ്ട്, മൗണ്ടേജിൻ്റെ ഒക്കെ ആയിട്ടുള്ള ചാനലാണ്.
അപ്പോൾ ആ ഒരു ചാനലിൽ നമ്മളുടെ ഹിന്ദി വെർഷൻ, ഇതിൻ്റെ ഹിന്ദി വെർഷൻസും കൂടി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. നല്ല കോമഡി ആയിരിക്കും, ഒരു സംശയമില്ല. നല്ല ഞാനിപ്പോ തന്നെ മനസ്സിൽ ഹിന്ദിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ എനിക്ക് തന്നെ ആലോചിച്ച് വരും എൻ്റെ വെറൈറ്റി ഹിന്ദികൾ. എൻ്റെ ഹിന്ദി ഞാൻ ഇവിടെ പറയുന്ന ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്, എൻ്റെ ഒറിജിനൽ ഹിന്ദി അവിടെയുള്ള കേട്ടോ. ആക്ച്വലി നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ട ഷോട്ട് ഞാൻ ഒന്ന് അഭിനയിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നൊന്ന് എടുത്തതാണ്. പക്ഷെ ചേച്ചി റിയൽ ആയിട്ടത് ജീവിച്ച് കാണിച്ചു. ചേച്ചി എങ്ങനെ പേര്? ഏലിക്കുട്ടി. അപ്പച്ചൻ്റെ ഇവിടെ തന്നെയാണോ വീട്? ഓക്കെ. വീട് കടയുടെ പേരിന് ഏലിക്കുട്ടിക്കട എന്നാണ്. ഓ, ഏലിക്കുട്ടിക്കടാണോ വീട് പേരല്ലേ? ഇത് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ ആൾക്കാരെ വണ്ടി കയറാൻ വേണ്ടി കൊണ്ടുവരും കേട്ടോ. ആനപ്പുറത്ത് കയറുന്ന പോലെയാണ് ഫ്രീക്ക് വണ്ടിയുടെ പറ്റും മേലോട്ടേക്ക് കയറുന്നത്. നമ്മളെ ഇനിയിപ്പം ഇടുക്കി പൂപ്പാറ, അത് കഴിഞ്ഞിട്ട് ബോഡിമേട്ട്, ആ ഒരു റൂട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. എന്തായാലും ഇന്ന് ഇവിടം വരെ എത്തും എന്നുള്ള അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ഒന്നുമില്ല. അങ്ങ് പോയേക്കാണ് കേട്ടോ, ഗോ വിത്ത് ദ ഫ്ലോ. ഇതാ കല്ലാർകുട്ടി ഡാമാണ് നമ്മളുടെ റൈറ്റ് സൈഡ് ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. അതും ഇതിന്റെ റിസർവോയർ ആണ് ഈ നമ്മളുടെ ലെഫ്റ്റ് ഭാഗത്തൊക്കെ കാണുന്നത്. അപ്പൊ ഇതുവഴി നേരെ കയറിയിട്ട് എന്നാലും വെള്ളത്തൂവൽ, ആ ഒരു വഴി അങ്ങനെയാണ് കേട്ടോ കയറി ബോഡി നായ്ക്കന്നൂർ അങ്ങോട്ടേക്ക് പോകുന്നത്. ബോഡി നായ്ക്കന്നൂർ ആണോ ബോഡി മേട്ടാണ്. നമ്മളങ്ങനെ രാജാക്കാട് ടൗണിലേക്ക് വന്ന് ചാടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ രാജാക്കാട് വരുന്നത്. രാജാക്കാട് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ദൃശ്യ സിനിമയിലൊക്കെ ഇല്ലേ ഈ രാജാക്കാട്. വീണ്ടും ദാ നമുക്ക് മുമ്പിലേക്ക് തേയിലത്തോട്ടങ്ങൾ, ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങളുള്ള നമ്മളുടെ കേരളത്തിന്റെ ഇടുക്കിയുടെ ആ ഒരു പൂപ്പാറ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റുമുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ എത്ര തവണ നമ്മൾ ഈ തേയിലപ്പാടങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ എങ്കിൽ ഈ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളത്, ഇത് എത്ര പെട്ടെന്ന് നമ്മൾ ഈ കടൽ കണ്ടാലും വീണ്ടും വീണ്ടും നോക്കി നിൽക്കൂല. അതേ ഒരു ഭംഗിയാണ് കേട്ടോ. വാ, ഇവിടെ ഈ അടുത്തും കണ്ട് പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ വരുമ്പോഴേ ആ ഒരു ഭാഗത്തുനിന്ന് പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. മിക്കവാറും ആനേനെ നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഈ റോഡ് സൈഡിൽ തന്നെയുള്ള ഇങ്ങനെ ഈ തേയിലത്തോട്ടത്തിനോടൊക്കെ ചേർന്ന് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് എന്ന് തോന്നുന്നു. ഇവിടെ മതിലൊന്നും കാണുന്നില്ല. നല്ല രസമുണ്ടല്ലേ. നമ്മളെല്ലാവരും തേയിലയുടെ ഇല കാണും, പക്ഷേ തേയില പൂ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇതാണ് കേട്ടോ, തേയിലയും പൂക്കുന്നുണ്ട്. നല്ല ആപ്പിളിൻ്റെ ആ ഒരു പൂവിനോട് സാമ്യമുണ്ട് ഇതിൻ്റെ തേയിലയുടെ പൂവിന്. പൂ മാത്രമല്ല, ഇതാ തേയിലയുടെ കാ. പൂപ്പാറ വിട്ട് നമ്മളിതാ പതുക്കെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ബോഡിമോട്ട് തമിഴ്നാട് ബോർഡറിലേക്കാണ്. അതിനിടയ്ക്ക് ഹിന്ദി വ്ളോഗ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എൻ്റെ ഹിന്ദി ആയിട്ട് ഞാൻ തന്നെ കണ്ടില്ലേ, അതും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്കുണ്ടല്ലോ, ഈ റോഡിലേക്ക് റൈഡിന് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ പാടിപ്പോവുക, അതുപോലത്തെ വഴികളാണ്. അപ്പൊ ഇപ്പൊ പാടാൻ തോന്നുന്ന പാട്ട് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉന്നമറന്ന് പാട്ടറിയാമോ? എനർജിയില് പാട്. ഉന്നമറന്ന് തെന്നിപ്പറന്ന പൊന്നിക്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ പൂവനഹങ്കാരം. ഇവിടിനി ഞാൻ കൊക്കരകോ പോവുകയില്ലെങ്കിൽ ഏതുവഴിയേ പുലരി വരും പൂവനഹങ്കാരം. ഇവിടിനി ഞാൻ കൊക്കരകോ പോവുകയില്ലെങ്കിൽ ഏതുവഴിയേ പുലരി വരും ഞാഞ്ഞൂലിനും സീൽക്കാരമോ ഞാനെന്ന അഹങ്കാരമോ. നമ്മളങ്ങനെ തമിഴ്നാട് ബോർഡറിലേക്ക് എത്തി. ഇവിടുന്ന് ഡിണ്ടിഗൽ 115, മധുര 118, ബാംഗ്ലൂർ 457. യെസ്, ദാ ഇവിടെ നിന്ന് ഇതാ ഈ ഒരു ലൈന്, ഈ താഴത്തെ റോഡ് എന്ന് കാണിച്ച് ഇതുണ്ട്. 2 സംസ്ഥാനങ്ങളുടെ റോഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഇവിടെ ജോയിനായി. നമ്മളങ്ങനെ തമിഴ്നാട്ടിലോട്ട് കയറി. ഇനി മൊത്തം തമിഴിൽ ബ്ലോഗ് ആക്കി നമുക്ക്. சொல்லுங்கண்ணா எப்படி இருக்கீங்கண்ணா? നമ്മൾ എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ. ഇനിയിപ്പോ എവിടുന്ന് വല്ല കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അണ്ണാ തണ്ണി ഇരിക്കാ എവളോ തമിഴ് ഇവിടെ നിന്നും നമുക്ക് സീനേ ഇല്ല. ഇപ്പൊ ഭാഷ ഒരു വിഷയമല്ലോ കേട്ടോ, നമുക്ക് എവിടെ പോയാലോ അല്ലേ. തമിഴ്നാടിന്റെ ബസ്സൊക്കെ ഇതാ ഇവിടെ വന്ന് കിടപ്പുണ്ട്.
അതുകൂടാതെ ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഫുള്ള് മിസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏറ്റവും ടോപ്പ് ഈ ഒരു ഭാഗമാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് ഇറക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ മലയിറങ്ങുമ്പോൾ ഉണ്ടല്ലോ തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് അത്യാവശ്യം കാർമേഘങ്ങളൊക്കെ കാണുന്നുണ്ട്. ദൈവമേ, തമിഴ്നാട്ടിൽ മഴക്കാലം തുടങ്ങുവാണോ? അങ്ങനെയാണ് തകർക്കും. ഇവിടെ ഈ ഇറങ്ങുന്ന ഇറക്കത്തിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് താഴെ നമ്മുടെ തേനി ജില്ലേനെ മുഴുവനായിട്ടും കാണാൻ പറ്റും. മുഴുവനല്ല, കുറച്ചൊക്കെ. ഇതാ അങ്ങോട്ടേക്ക് നല്ല പ്ലെയിൻ ആയിട്ട് ഇതാ നമ്മൾ ഈ കാണുന്ന ഈ റിങ്ങുകളുണ്ടല്ലോ ഇതെല്ലാം കറങ്ങി 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 ഇനിയിപ്പോൾ ഇറങ്ങിപ്പോകാനാണുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതല്ല ഒരു മലയാണ്. ആ മലയെല്ലാം വളരെ ചെറുത് മണ്ണ് കൂട്ടിയിട്ടേക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മീനുക്കുട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന ബോർഡർ ക്രോസിങ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു സത്യം. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, വണ്ടിയുടെ ഒരു കോല നിങ്ങൾ നോക്കിയാൽ എത്രയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു വണ്ടി ലോറി ലുക്ക് വരിക. നമ്മൾ രാവിലെ കേരളത്തിൽ നിന്ന് ചായ കുടിച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ കയറി മല ഇറങ്ങുന്ന സമയത്ത് ഈ കാട് ഭാഗത്തോട് ചേർന്ന് തന്നെ ഇവിടെ ഇവിടെ ഒരു ചായക്കട വീണ്ടും ഉണ്ട്. ഇവിടെ നല്ല കിടിലം പോലത്തെ ചുക്ക് കാപ്പി കിട്ടും. ചുക്ക് കാപ്പി എന്നല്ല പറഞ്ഞു. ഇത് തൊണ്ടക്കുഴല്, നമ്മുടെ തൊണ്ടക്കുഴല്. ഇങ്ങ സ്പെഷ്യൽ ചുക്ക് കാപ്പിയാ? നല്ല കിടിലം ചുക്ക് കാപ്പിയാ. നല്ല ഈ ഒരു തണുപ്പത്തെ രസമാണ്. പിന്നെ ഉണ്ടല്ലോ പുലിയുത്ത്, അങ്ങനെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം. ഇതുണ്ട്, ഇതിൻ്റെ ബേക്കിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് പറയുന്നത് ഇപ്പോൾ വെള്ളമില്ല, മഴ പെയ്യുമ്പോൾ വെള്ളം വരും. ഇവിടെ ഉള്ളത് ഉണ്ട് കടയുടെ ഫ്രണ്ടിൽ നിങ്ങൾ കാപ്പുകെട്ട് എന്നാണ് പറയുന്നത്. ഇത് മരുന്നാണ് കേട്ടോ, മെഡിസിനാണ്. ഈ പാമ്പൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും എന്നാണ് പറയുന്നത്. ഇതിപ്പം തൈപ്പൂയ കാവടിച്ച അല്ലല്ലോ പൊങ്കൽ. പൊങ്കലായതുകൊണ്ട് ഇവർ ഇവരുടെ വീടിൻ്റെയും അതുപോലെ ഷോപ്പുകളുടെയും അമ്പലങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ അവിടെ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്, ഒക്കെ വെക്കും. നമ്മൾ തമിഴ്നാടിൻ്റെ പ്ലെയിൻ ഏരിയയിലേക്ക് വന്നിറങ്ങി. ശരിക്കും നമ്മളുടെ നാടും ഇവിടെ തമ്മിൽ വലിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. കാരണം ഇവിടെ കുറേ തെങ്ങുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് അപ്പുറം മൂന്നാർ സൈഡിൽ അല്ലെങ്കിൽ ഇടുക്കി സൈഡിൽ ഇല്ലാതിരുന്ന മഴ ഈ ഒരു ഭാഗത്തുണ്ട്. ഇന്നലെയൊക്കെ മഴയായിരുന്നു തോന്നുന്നു കേട്ടോ. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ മഴയൊരു നല്ല ലക്ഷണമാണ്. കാരണം ചൂടല്ലേ നോർമലി തമിഴ്നാട്ടിലെ, പക്ഷെ ഇപ്പം ആ ഒരു ചൂടില്ല കേട്ടോ. നമ്മൾ ഈ തമിഴ്നാട് കിടക്കുന്നവരെ ഈ ചെറിയൊരു മൂടിയാതെ മഴ പെയ്യാതെ കിട്ടിയാൽ നന്നായിരിക്കും, വലിയ വേഷാകും. തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് സൈഡിൽ ഫുഡ് കഴിക്കണം. സ്റ്റൈലിൽ തന്നെ കഴിക്കണം. നല്ലൊരു തമിഴ് പാട്ടൊക്കെ ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമുണ്ട്. നമ്മൾ ഇവിടെ ഒരു ബിരിയാണി കടയുണ്ട്. ഇത് ഈ ഒരു നാട്ടിലെ നല്ല ഫേമസ് ബിരിയാണി കടയാണെന്ന് തോന്നുന്നു. കാരണം ആൾക്കാരൊക്കെ ക്യൂ നിന്നിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ചെറിയ ചെറിയ ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. അണ്ണാ എന്താ ബിരിയാണിക്ക് എന്നാ പേര് சொல்லு? ഡിണ്ടുഗൽ ബിരിയാണി அந்த மாதிரி ஏதாவது இருக்கா பேரு? ബിസ്മില്ല ബിരിയാണി. ഡിണ്ടുഗൽ ബിരിയാണി ഇവിടെയാ അല്ല, ഇത് വേറെ. വാഴയിലയിൽ വിളമ്പിയിട്ടാണ് കേട്ടോ നമുക്ക് ബിരിയാണി കിട്ടുക. പക്ഷേങ്കിൽ നമ്മൾ വന്നു നല്ല ബെസ്റ്റ് ടൈമാണ്. ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ടായിരുന്നത് തീർന്നു. ഇപ്പോൾ ഉള്ളത് ബീഫ് കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറ് ആ ഒരു അരിക്കകത്തേക്ക് ഇട്ടേക്കുന്നതാണ്. ടേസ്റ്റി അല്ലേ? ഭക്ഷണത്തിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കുറച്ച് നേരം ഈ റോഡ് സൈഡിലുള്ള പുളിമര, ഇവിടെ റോഡ് സൈഡിൽ മുഴുവൻ പുളിമരമാണ്. പുളിമര ചോട്ടിൽ വിശ്രമിക്കാം. അതിന് ശേഷം മുന്നോട്ടേക്ക് പോവാം. ഞാൻ നിങ്ങളുണ്ടല്ലോ ഇതുവരെ കാണിക്കാത്ത ഒരു കൃഷി കാണിച്ചു തരാവേ. അത് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. അത് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇവിടെ ഒരു ചെറിയൊരു മരം പോലെ ഇങ്ങനെ മേലോട്ടേക്ക് വളരുന്നത് കാണാം. തേമ്പുള്ളിലേക്ക് യെസ് വഴിയുണ്ട്. പുലിയൊന്നും ഉണ്ടാവില്ലേ? ഇത് വേറെ എന്തോ കൃഷിക്ക് വേണ്ടിയിട്ടേക്കുന്നതാണ്. അതായത് ഇതുണ്ടെങ്കിൽ ഈ ഒരു മരം, ഇത് ചെറുതാണ്. ഇതിൻ്റെ അങ്ങേ അറ്റത്തായിട്ടത് അവിടെ കാണുന്നത് വളർന്ന് വലുതായതാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗത്തി എന്ന് പറയുന്ന ഒരു മരമാണ്, അഗത്തി മരം. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കുന്നുണ്ടെങ്കിൽ അഗത്തി, അത് ഈ വെറ്റിലക്കൊടിയില്ല അതെല്ലാം കയറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഈ പന്തൽ പോലത്തുള്ള സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഈ അഗത്തി മരമാണ് അത്ര യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഈ റോഡ് സൈഡിലുള്ള ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് വേറെന്തോ സംതിങ് സ്പെഷ്യലായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ കണ്ട ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇത് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്നുള്ളത്. നിങ്ങളിതിന് മുമ്പ് അഗത്തിമരം കണ്ടിട്ടുണ്ടോ? ഇതാ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു വെറ്റില നട്ടേക്കുന്ന കാണാം കേട്ടോ. അതുകൊണ്ടാ തടം തിരിച്ച് അഗത്തിമരം അതിന് വെറ്റിലയ്ക്ക് താങ്ങായിട്ട് അഗത്തിമരം കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇതാ വെറ്റില തൈകൾ പതുക്കെ 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 കയറി വരുന്നേ. വെറ്റിലക്കൊക്കെ ഇത്ര യൂസ് ഉണ്ടല്ലേ. ഈ റോട്ടിൽ കൂടിയുള്ള ഓട്ടത്തിനിടയിൽ വീണ്ടും നമ്മൾ വേറൊരു വ്യത്യസ്തമായ കൃഷി ചെയ്ത് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ടും ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്താണോ എന്തോ. ഓക്കെ, ഇത് പൂക്കൃഷിയാണോ?
ചെമ്പകപ്പൂ. ഓ ആ ഓ ചെമ്പകപ്പൂവിൻ്റെ മാല ഉണ്ടാക്കുന്ന പൂവില്ലേ, അതിൻ്റെ കൃഷിയാണ് കേട്ടോ. വാ നൈസ്. ആ ഇത് കണ്ടോ നിങ്ങൾ. ഇവിടങ്ങളിലുണ്ടല്ലോ വെള്ളത്തിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇതുണ്ട്. നിങ്ങൾ കുളത്തിൽ നിറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമുണ്ട്. ഇതടിച്ച് സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കൃഷിയൊക്കെ സ്പ്രിങ്ക്ലർ ഇട്ട് കൊടുക്കുന്നു. അതുകൂടാതെ ഇതാ ഇവിടെ വന്നിട്ട് നാരങ്ങയുണ്ട്. ഇത് ഇത് എவ்வளவு നാൾ ഇരിക്കും? ഫുള്ള് ഇയർ ഫുള്ള് 5 വർഷം 10 വർഷം. ആ ഒരു ഇതിലെ 5 years 10 years. ഓക്കെ 5 വർഷമൊക്കെ ഒരു ചെടി തരും കേട്ടോ. കിഴങ്ങ് നട്ടാൽ പൂവുക്ക് വരെ 8 മാസം ആകും. 8 മാസം. அதுக்கப்புறம் 5 வருஷம் 10 வருஷம் புள்ளியற விடாம வச்சுக்கிட்டா 10 வருஷத்துக்கு கூட இருக்கும். ஓகே. விலை எப்படி கிடைக்கும்? இன்னைக்கு 300 ரூபா கிலோ. കിലോ 300 രൂപ. നാളെ കല്യാണം മുഹൂർത്തമില്ല, അതിനാൽ இன்னைக்கு 300 രൂപ. ഓക്കെ. കുറേയേറെ നാളുകൾക്ക് ശേഷം വീണ്ടും കൃഷിയിടങ്ങളിലേക്കും ഗ്രാമത്തിലോട്ടൊക്കെ. ഹായ്. ഓ ഇവിടെ എന്ത് കല്ലാണ് കേട്ടോ, പാറക്കല്ലാണ്. നല്ല അടിയുറപ്പുണ്ട്. നമ്മളുടെ നാരങ്ങ ഈ ഒരു ഭാഗത്ത് ഇതാ, ഈ ഒരു ഭാഗത്തെല്ലാം ഇപ്പം നട്ടിട്ടുള്ളൂ. ഇതൊരു 8 മാസമൊക്കെ ആവണം ഇതിനിപ്പോൾ റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ചധികം പൂക്കൾ നമുക്ക് കാണുന്നുണ്ട്. നാരങ്ങ പഴുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ, ചെറു നാരങ്ങ. ശേഷം നോക്കുന്നത് ഇവിടെയെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് പൂക്കളായിട്ടുണ്ട്. ഹായ് ഹൈ ഹൈ ഹൈ. ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ 8-10 വർഷത്തേക്ക് അതിന് ലൈഫ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അല്ലേ? അടുത്തതായിട്ട് ഇതാ, ഇത് നമ്മളുടെ മുല്ലപ്പൂവിൻ്റെ കൃഷിയാണ് കേട്ടോ, കുറ്റിമുല്ല. ഹായ്. കുറേ പൂ പറിച്ചിട്ടുണ്ട്, എന്നാലും ഇതാ ഇവിടെ കണ്ട കുറ്റിമുല്ല. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ചെടികൾക്ക് എന്തോ ഒരു അസുഖം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഫുള്ള് എന്തോ പൊങ്ങി വരുന്നത്. ഇതാണ് ഇവിടത്തേക്കൊരു പ്രശ്നം. എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ആക്കുന്നത് കൊണ്ട് എല്ലാ ചെടിക്കും അസുഖം പടർന്നു പിടിക്കും. ഇത് കണ്ടോ നിങ്ങൾ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു കല്യാണത്തിൻ്റെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഫുള്ള് അവിടെയൊക്കെ ഏതൊക്കെ കല്യാണം നടക്കുന്നുണ്ട് അതിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ശരിക്കും ഈ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം ഇതാണ് ഇവിടുത്തെ ഒരു തമിഴ് പഴയ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഗ്രാമങ്ങളിലേക്ക് പോകുക, ബൈക്ക് ഓടിക്കുക എന്നൊക്കെ പറയുമ്പോഴേ സംതിങ് ഡിഫറെൻറ്റ്. നമ്മളങ്ങനെ പതുക്കെ ഡിണ്ടുകൾ എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തി. ഇന്നത്തെ ദിവസം നമുക്ക് ഡിണ്ടുകൾ വരെ മാത്രം ഓടാം, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഓടണ്ട. കാരണം സമയം ഓൾറെഡി ഒരു 4:40 സംതിങ് ആയിട്ടുണ്ട്. ഡിണ്ടിഗൽ ടൗണിൽ വന്നു. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. നമ്മുടെ ബൈക്ക് ഇവിടെ സൈഡിൽ നിന്ന് വണ്ടി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബൈക്ക് അവിടെ ഒരു പാർക്കിംഗ് കൊണ്ടുപോയി, പ്രൈവറ്റ് പാർക്കിങ്ങുകളുണ്ട്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അവിടെയാണ് റൂം എടുത്തേക്കുന്നത്. ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ഒന്ന് ടൗണിലോട്ട് ഇറങ്ങി. നമ്മളുടെ നേരെ മുമ്പിൽ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടുന്ന് മധുരൈ ബാക്കിയുള്ള ഭാഗത്തേക്ക് കിട്ടും. അതായത് കാമരാജാർ ബസ് സ്റ്റാൻഡ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നമുക്കിവിടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള റോഡ് സൈഡിൽ നല്ല ചൂട് നമ്മളുടെ ഇഡലിയും ദോശയും അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം റോഡ് സൈഡിൽ ഇവിടെയൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ കഴിക്കാം. അപ്പം നമ്മളുടെ ഈ ഒരു റൈഡിൻ്റെ ഫസ്റ്റ് ഡേയുടെ ഡിന്നർ അങ്ങനെ ഞാൻ പെപ്പർ ദോശ പറഞ്ഞു, കുറച്ച് കുരുമുളക് പൊടി ഇട്ട ദോശ അത് പറഞ്ഞ് ഇതും കഴിച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പം കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നാളെ അതിരാവിലെ വീണ്ടും നമ്മൾ റൈഡ് തുടങ്ങും. അപ്പോൾ പുതിയ എപ്പിസോഡായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ പറഞ്ഞു പോവാണ്. കൂടാതെ നമ്മുടെ കാശ്മീർ യാത്രയുടെ കാര്യം നിങ്ങൾ ഓർക്കുക.